അടുത്തത് നമ്മൾ നൽകുന്നത് സ്വഭാവ നടൻ്റെ അവാർഡുകളാണ്. അതിൻ്റെ നോമിനേഷനുകളാണ് പറയുന്നത്. സ്വഭാവ നടന് നമ്മൾ പേര് നൽകിയിട്ടുള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തായ നവാസിൻ്റെ പേരിലാണ്. കലാഭവൻ നവാസിൻ്റെ പേരിലാണ് സ്വഭാവ നടനുള്ള അവാർഡ്. ഈ നോമിനേഷൻ പ്രഖ്യാപിക്കുന്നതിന് എൻ്റെ ഏറ്റവും നല്ല മിത്രം, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഏറ്റവും നല്ല ഒരു ബോണ്ടുള്ള ആളാണ് ടിനി ടോമിനെയാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഡിൻചാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇമോഷണൽ ആണ് ഇത് ശരിക്കും. കാരണം പറഞ്ഞാൽ, ഒന്ന്, ഞാൻ നിൽക്കുന്ന പ്രതലം, ഈ ബോട്ട് അല്ലെങ്കിൽ ഈ ഷിപ്പ്, ഞാൻ പറയുന്നത് ഇതൊരു ടൈറ്റാനിക് ആണ്. കാരണം ഇത് ഒരു പറമ്പിൽ പണി തുടങ്ങുന്നത് മുതൽ, അതായത് ഒരു സ്റ്റീ വെച്ചിട്ട് ഇതിന്റെ ഫസ്റ്റ് ഫ്രെയിം ഉണ്ടാക്കുന്നതിൽ മുതൽ ഞങ്ങളുടെ സ്വപ്നമായിരുന്നത് തൊട്ടടുത്തുള്ള തുരുത്തിൽ. അന്ന് നിഷി എന്നെ കെട്ടിപ്പിടിച്ചും ഫോണിൽ കരഞ്ഞിട്ടുണ്ട്. അത്രയും പല ആൾക്കാരും ഉപദ്രവിച്ചിട്ടുണ്ട് ഇത് സംഭവിക്കാതിരിക്കാൻ. ഇതിന്റെ ഉദ്ഘാടന ദിവസം കേന്ദ്രമന്ത്രിയാണ്, ഞാൻ സുരേഷ് ഗോപി ചേട്ടൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടുള്ളതാണ് പല ആവശ്യത്തിനും. കേന്ദ്രമന്ത്രി ചെയ്യുന്ന സമയത്ത് പോലും ഇത് മുടക്കാൻ വേണ്ടി പലരും വന്നിട്ടുണ്ട്. ഞാൻ ഇത് സംസാരിക്കുന്ന മറ്റൊന്നുമല്ല, പിന്നെ എൻ്റെ വിളിച്ച ഈ ബാബു ചേട്ടനാണ് അമ്മ എന്ന് പറയുന്ന എൻ്റെ സ്വപ്ന സംഘടനയായിരുന്നു. 10 വർഷമായി ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് നിൽക്കുകയാണ്. ആദ്യമായിട്ട് ഇലക്ഷന് നിർത്തി. ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചീത്തപ്പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഹൈദരാലി എന്നെ കുറിച്ചൊരു ചീത്തപ്പേര് ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു ബാഡ് മാർക്ക് നിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, ഓക്കെ, പക്ഷെ ഒരു വാക്ക് പോലും എന്നെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പറയിപ്പിച്ചിട്ടുമുണ്ട്. ഇനി ബാബുരാജ് എന്ന് പറയുന്നത്, ബാബുരാജേട്ടൻ, ഞങ്ങളൊരു ഇടവകയാണ്, ഒരു കോളേജാണ്, എൻ്റെ സീനിയറാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ എനിക്ക് നട്ടലുണ്ടാക്കി തന്ന ഒരാളാണ്. അപ്പോൾ ഇവരൊക്കെ വിളിച്ചാൽ ആ വിളിപ്പുറത്ത് ഞാനുണ്ടാവും. കാരണം എന്നെ ഞാനാക്കിയ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി നാദർഷ എന്ന് പറയുന്ന ഒരാൾ കാരനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മിനി സ്ക്രീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒന്നുമല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കാറിൽ എന്നെ കൊണ്ടുപോയിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഫ്രെയിമിൽ കൊണ്ടുവന്നു. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പം അത്ര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുമ്പോൾ, കാരണം ശരിക്കും ഞാൻ അമ്മയിൽ മരണസഹായ സമിതിയിലാണ് വർക്ക് ചെയ്യുന്നത്. 10 വർഷമായി. ഇവിടെ സോഹൻ സീനുലാലുണ്ടായിരുന്നു. ഏതൊരു മരണം നടക്കുമ്പോഴും ആദ്യം എത്തുന്ന മുഖം, നമുക്ക് കല്യാണം, ആർഭാടം, ഫിലിം അവാർഡ്സിനൊക്കെ എല്ലാവരും മുന്നിലുണ്ടാവും, പെട്ടെന്നായിരിക്കും അറിയുന്നത്. പക്ഷെ ആ സമയത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഫെഫ്കയുടെ നെടുന്തൂണായിട്ടുള്ള ഒരാളാണ് സോഹൻ സീനുലാൽ. ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും, കാരണം 10 വർഷം കൊണ്ട് ഒരുപാട് മരണങ്ങൾ ഞാൻ കണ്ടു മലയാള സിനിമയിൽ. ശരിക്കും അറിയാം, KPS ലളിതചേത്തിയുടെ മരണയാത്രയിൽ ബാബു ചേട്ടനും പ്രിയങ്കയും തലേ ദിവസം ബാബുരാജും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യസമായിട്ട് പറയുകയാണെങ്കിൽ ആ യാത്രയിലെല്ലാം ഒരു നെടുന്തൂണായിട്ട് എല്ലാം, വെള്ളത്തിന് വരെ ഒരു ക്ഷാമം ബുദ്ധിമുട്ടുണ്ടാക്കാത്തുള്ള ഒരാളാണ് സോഹൻ സീനുലാൽ. അദ്ദേഹത്തിന് ഞാൻ ഈ കഴിഞ്ഞ ശ്രീനിയേട്ടൻ മരിച്ചപ്പോഴും ധൈര്യം സോഹൻ സീനുലാൽ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടൊരു പുരസ്കാരം കിട്ടുന്നത് വെള്ളിമൂങ്ങ എന്ന് പറയുന്നൊരു സിനിമയിലാണ്. ഏഷ്യാനെറ്റിൻ്റെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അത് കിട്ടാൻ, അത് ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയ സിനിമയാണ്. അതിൻ്റെ സംവിധായകൻ ജിബു ജേക്കബ് ഉണ്ട്. അപ്പോൾ എല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെയധികം കണക്ക്, ഓരോ മൈൽ സ്റ്റോൺസ് ആണ്. അവരുടെ ഇടയിൽ നിന്നും എനിക്ക് ഈ ഒരു ഭയങ്കര ഇമോഷണലാണ്. നമ്മൾ എല്ലാവരും ഇവിടം വരെ എത്തിയല്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നിട്ടുള്ളവർ അവരൊന്നിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്തായാലും നവാസിൻ്റെ പേരിലായതുകൊണ്ട്, നവാസിനെ എനിക്ക് അവസാനമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്, ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ സ്റ്റേജിൽ ഒരുപാട് വിദേശ യാത്രകൾ നാദർശിക്കുകയും ഞാനും നവാസൊക്കെ കൂടി ഒരുമിച്ച് ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുള്ളതാണ്. ആ നവാസിൻ്റെ പേരിൽ ഒരു അവാർഡ് തിരഞ്ഞെടുത്തതിന് ജൂറി അംഗങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങളിലുള്ളവരെ കൂടി അംഗീകരിച്ചതിന് ജൂറിക്ക് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ കുടുംബസംഗമം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബാബുചേട്ടൻ പറഞ്ഞ പോലെ ചെളിയിൽ പൂണ്ടുപോയൊരു കപ്പലിനെ പൊക്കിയെടുത്തിട്ടുള്ളതാണ് ഹൈദരാലി. ആർക്കും ഒരു സ്പോൺസർഷിപ്പ് പോലും വരാത്ത സമയത്ത് രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തന്ന കാശാണ്. ഇപ്പോൾ രണ്ടാമത് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് കൈലാഷും ഞാനും ഒക്കെ അവിടെ. അപ്പം അതിൻ്റെ സംവിധായകനാണ്. അമ്മ കുടുംബസംഗമത്തിൽ ഏറ്റവും അഭിമാനിക്കുന്ന മറ്റൊന്നല്ല, ഞാൻ ഓൺലൈൻ ചാനലുകൾ ഉള്ളതെന്നിട്ട് പറയാണ്. എന്തായാലും നിങ്ങൾ നേരിട്ട് വിളിക്കും. സുരേഷ് ഏട്ടന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയിരിക്കുന്ന സമയവും, അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടന് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുന്ന സമയവും, അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് പത്മഭൂഷണം കിട്ടിയത്, ഇതുപോലെ ഒരു സമയം ഇനി 10 വർഷം കഴിഞ്ഞാലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല.
ആ ഒരു കുടുംബസംഗമത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് കൈലാഷ് ഞാനും അടക്കം. ആ തിരക്കിനിടയ്ക്ക് ഓടി വന്നത് ഹൈദരാലിയോടുള്ള കമ്മിറ്റ്മെന്റ് തന്നെയാണ്. കാരണം ഈ കുടുംബസംഗമം ഉണ്ടായത് ഇദ്ദേഹം കാരണം തന്നെയാണ്. എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ബാബുചേട്ടൻ അറിയാതെ നടക്കില്ലായിരുന്നു. 10 പൈസയില്ലാതെ അവിടെ നിന്ന് കൊളുത്തിയ തീയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഫുൾ ടൈം എത്ര നേരം വേണമെങ്കിലും ഇദ്ദേഹത്തിനോടൊപ്പം. കാരണം ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, സത്യം സത്യമായിട്ട് തന്നെ വരികയുള്ളൂ. അപ്പോൾ എന്നെ കൈപിടിച്ച് അമ്മയിൽ കൊണ്ടുവന്ന ബാബുചേട്ടൻ്റെ 1000 നന്ദി അർപ്പിക്കുന്നു. ഇപ്പോഴും നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ, പ്രാവിൻകൂട് ഷാപ്പ്, പ്രകാശ് വർമ്മ തുടരും, ചിപിൻ ഗോപിനാഥ്, TS റേ, സജിൻ ഗോപു, പൊന്മാൻ, ദിലീഷ് പോത്തൻ, റോന്ത്. അടുത്തത് മികച്ച സ്വഭാവ നടിയുടെ പേരിലുള്ള അവാർഡാണ്. ആ അവാർഡിന് നമ്മൾ സ്മരിക്കുന്നത് കൽപ്പനയെയാണ്. കൽപ്പനയുടെ പേരിലാണ് മികച്ച സ്വഭാവ നടി നമ്മൾ നൽകുന്നത്. 5 നോമിനേഷനുകൾ വരും. മികച്ച സ്വഭാവ നടി സെറിൻ ഷിഹാബ്, രേഖാചിത്രം ഇത്തിരി നേരം, ചാന്ദിനി, പ്രാവിൻകൂട് ഷാപ്പ്, പിയാന മേമിൻ എക്കോ, ദേവദർശിനി ചയ കുറുപ്പ്, TS റേ. അടുത്തത് സംഗീത സംവിധായകന്റെ അവാർഡാണ്. നമ്മൾ സ്മരിക്കുന്നത് SP വെങ്കടേഷിനെയാണ്. ഈ വളരെ അടുത്ത് നമ്മൾ ഇന്ന് പിരിഞ്ഞ SP വെങ്കടേഷിന്റെ പേരിലാണ് മികച്ച സംഗീത സംവിധായകന്റെ അവാർഡ് നൽകുന്നത്. അത് പ്രഖ്യാപിക്കുന്നതിനായി ശ്രീ കൈലാഷിനെ പറഞ്ഞൊരു കൈഡി സമ്മാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം പലപ്പോഴും സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ സിനിമയോട് അടുത്ത് നിൽക്കാൻ ആദ്യം ശ്രമിച്ചത്. അപ്പോഴൊക്കെ അർഹിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ സ്പേസ് തന്നിട്ടുള്ള ആൾക്കാരാണ് ഇന്നിവിടെയുള്ള എല്ലാവരും. എനിക്ക് അമ്മയുടെ ഷോസ് നടക്കുന്ന സമയത്ത് ഏറ്റവും വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് എന്നെ വിളിച്ച് തന്നിട്ടുള്ള ആളാണ് എടവള ബാബുചേട്ടൻ. പലപ്പോഴും ഷോസിൽ ഞാൻ ഗുരുതുലിനെ കാണുന്ന ആളാണ് എടവള ബാബുചേട്ടൻ. അതിനുശേഷം ബാബുരാജേട്ടൻ ഏറ്റവും ഗംഭീരമായി ഒരുപക്ഷെ അമ്മയ്ക്ക് ഏറ്റവും ശക്തി വേണ്ട ഒരു സമയത്ത് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് അമ്മേനെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ സമയത്ത് പോലും തീർച്ചയായിട്ടും വലിയ സ്പേസ് ഞങ്ങളെപ്പോലെ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അമ്മ മെമ്പർ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വിളിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നൽകിയിട്ടുള്ള ബാബുരാജ് ചേട്ടനെ ഓർക്കുന്നു. തീർച്ചയായിട്ടും ടീച്ചേട്ടൻ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവെന്ന് ഞങ്ങൾക്ക് വിളിക്കാറ്. കാരണം എന്തിനും ആദ്യം ഒരു ബഹളം ഉണ്ടാവും, എന്തിനും ആദ്യം ഒരു അഭിപ്രായം ഉണ്ടാവും. എല്ലാവരുമായിട്ടും കൃത്യമായി ബന്ധം വെച്ച് വെക്കുന്ന ഒരാളാണ്. നാദർഷിക്കയുണ്ട്. എന്നും ഒരുപക്ഷെ നാദർഷിക്കയുടെ കൂടെ ഒന്നും സ്റ്റേജിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റേജിന്റെ സൈഡിലൊക്കെ നമ്മളിങ്ങനെ പോയി നിൽക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ എന്നും ഇങ്ങനെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു സ്നേഹം നാദർഷിക്കയോട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് പേര് ഇവിടെയുണ്ട്. ജിബിച്ചേട്ടനുണ്ട്, അതുപോലെ നമ്മുടെ സോവൻ ചേട്ടനുണ്ട്. അങ്ങനെ ഒത്തിരി പേർ. സിനിമയിൽ എപ്പോഴും പറയും നന്ദി പ്രശ്നമാണെന്നാണ് പറയുക. പക്ഷെ നന്ദിയുള്ളവരാണ് സിനിമയിലുള്ളവർ. കാരണം എത്ര നന്ദിയോടെയാണ് ഓരോരുത്തരുടെയും പേരുകൾ ഇവിടെ നമ്മൾ ഓർത്തെടുക്കുന്നത് എന്നുള്ളതാണ്. ഇവരൊക്കെ തമ്മിലുള്ള പല വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കണ്ടിട്ട് ഞാനും ആദ്യമൊക്കെ ഞെട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ഇത് തീർന്നു അമ്മ തീർന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ സിനിമ എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൽ ഇവരൊക്കെ ഇടപെടുന്നത് കണ്ടിട്ടുള്ളത് ഞങ്ങളെപ്പോലെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് വലിയൊരു അനുഭവവും പാഠവുമാണ്. സത്യത്തിൽ ഒരു ബാബുരാജ് ചേട്ടനും എടവള ബാബുചേട്ടനും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്നിവിടെ യുദ്ധം നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇവർ തമ്മിൽ വീണ്ടും കാര്യങ്ങളോട് മുമ്പോട്ട് പോവുക. ശരിക്കും അതൊക്കെ ഞങ്ങൾക്കൊക്കെ വലിയ അനുഭവമാണ്, വലിയ സന്തോഷമാണ്. ഹൈദരാലിയെ കുറിച്ചിട്ട് ഇതുവരെ എന്നെക്കുറിച്ചൊന്നും പറയേണ്ടി വന്നിട്ടില്ല, ഇനി വരാതിരിക്കട്ടെ. ഹൈദരാലി ഒരുപാട് പേർക്ക് സുഹൃത്താണ്, ഒരുപാട് പേർക്ക് ശത്രുവാണ്, ഒരുപാട് പേർക്ക് ഒരു എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അതിനൊക്കെ പ്രത്യേക ഹൈദരാലി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ബ്രാൻഡാണ്. കാരണം ഹൈദരാലി ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകൾ, ഹൈദരാലി ഏറ്റെടുക്കുന്ന സിനിമാ പ്രൊമോഷൻസ് എപ്പോഴും മറ്റൊരു തരത്തിലേക്ക് അദ്ദേഹം എടുത്തു വെക്കാറുണ്ട്. സിനിമയ്ക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഏറെ സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ ഈ പ്രാവശ്യത്തെ കാറ്റഗറീസ് നോക്കാം അല്ലെ. സംഗീത സംവിധാനം ശ്രീ SP വെങ്കടേഷിന്റെ പേരിലാണ്. SP സാറിന്റെ പേരിലുള്ള സംഗീത സംവിധാനത്തിലെ കാറ്റഗറി
ജേക്കബ്സ് ബിജോയ്, മുജീബ് മജീദ്, ബിബിൻ അശോക്, സായി അഭ്യങ്കർ, ശ്രീഹരി. സിനിമയുടെ പേരും കൂടി പറഞ്ഞാൽ നന്നായിരിക്കും. ജെയ്സ് ബിജോയുടെ മിന്നൽ വള എന്ന് പറയുന്നത് നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട നമ്മുടെ കരിവേട്ടന്റെ പാട്ടാണ്. അതുപോലെ കൺമണി പൂവേ നമ്മുടെ തുടരും എന്ന് പറയുന്ന സിനിമയിലേതാണ്. അതുപോലെ മുജീബ് മജീദിന്റെ നിലാകായും വെളിച്ചം കളങ്കാവിലെ പാട്ടാണ്. ബിബിൻ അശോകിന്റെ നമ്മുടെ സാഹസത്തിലെ ഏത് മൂഡ് എന്ന് പറയുന്ന ഒരുപക്ഷെ ഓണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു പാട്ടാണ്. സായി അഭിശങ്കറിന്റെ ജാലക്കാരി മൾട്ടി എന്ന് പറയുന്ന സിനിമയിലേതാണ്. ശ്രീഹരിയുടെ തട്ടത്തിൻ തക്കത്തിൽ അഭിലാഷം എന്ന് പറയുന്ന സിനിമയിലേതാണ്. താങ്ക് യു. അടുത്തത് ഗാനരചനയാണ്. ഗാനരചനയുടെ അവാർഡിന് നമ്മൾ പേര് നൽകിയതെന്ന് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേരാണ്. ഗിരീഷ് എല്ലാവരും സുഹൃത്തായിരുന്നു, അതുപോലെ എല്ലാവരും വിമർശിക്കുന്ന ആളായിരുന്നു. കോഴിക്കോട് എന്ന ഗിരീഷിനെ ഇപ്പോഴും ഓർക്കും. എന്തായാലും ഗിരീഷിനെ നമ്മൾ മറന്നിട്ടില്ല. ഗിരീഷിന്റെ പേരിലാണ് ഗാനരചനയ്ക്കുള്ള അവാർഡ്. 5 നോമിനേഷനുകൾ ഇപ്പോൾ വയ്ക്കും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേരിൽ കൊടുക്കുന്ന ഗാനരചനയ്ക്ക് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൈതപ്രം മിന്നൽ വള നരിവേട്ട് എന്ന സിനിമയിലേതാണ്. വിനായക് ശശികുമാർ നിലാകായും വെളിച്ചം കളങ്കാവലിലെ പാട്ടാണ്. മഞ്ജു മഞ്ജുത്തിന്റെ പൂമഴ വീണ സർവമായത്തിലെ പാട്ടാണ്. ബേസിൽ CJ നീയൊരിക്കൽ ഇത്തിരി നേരം എന്ന സിനിമയിലെ, ഷറഫു തക്കത്തിൽ അഭിലാഷം എന്ന സിനിമയിലേതാണ്. ഏറ്റവും ഗംഭീരമായ ഒരു നോമിനേഷൻസ് ആണ്.